7 ജില്ലകളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വോട്ടിടാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തുടരുന്നു. പലയിടത്തും നീണ്ട നിരയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ളത്. പ്രമുഖരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. പ്രജിത് മോഹനിലേക്ക് വീണ്ടും. പ്രജിത്ത്, തലസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ കവടിയാറിലായിരുന്നു പ്രജിത്ത് നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്ത് മടങ്ങി. മറ്റു പ്രമുഖർ അവിടേക്ക് വരാനിരിക്കുന്നു, ഗവർണർ അടക്കം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇപ്പോഴും കവടിയാറിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാവിലെ കണ്ട അത്രയും ക്യൂ ഇപ്പോഴിവിടെയില്ല. ക്യൂ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടില്ല. അദ്ദേഹം ഇനി വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹം ക്യൂ എപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ 1-2 പേര് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം അദ്ദേഹം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് കവടിയാർ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ സ്കൂളിലെ വിവിധ ബൂത്തുകളിലേക്ക് വോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ പറഞ്ഞു. ഗവർണറടക്കം ആളുകളുമുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഏതാണ്ട് 29 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ ഒരു 6,500 പേരോളം അല്ലെങ്കിൽ 7,000 താഴെയോളം വരുന്ന വോട്ടർമാരാണ് ഈ കവടിയാർ വാർഡിലുള്ളത്. പക്ഷേ ഇത്രയധികം വോട്ടർമാരുള്ളപ്പോൾ തന്നെയും പലപ്പോഴും അത്രയധികം വോട്ട് രേഖപ്പെടുത്തുന്ന പോളിംഗ് ശതമാനത്തിലൊക്കെ കുറവ് വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ സ്വാഭാവികമായും അതൊരു നഗരമേഖലയാണ്. അതിൻ്റെ സാഹചര്യങ്ങളും അവരുടെ ഓരോ ആളുകളുടെയും വോട്ട് രേഖപ്പെടുത്താനുള്ള അവരുടെ കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചാണ് അതൊക്കെ നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഇന്ന് രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്ക് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അത് പോളിംഗ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നമ്മോട് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം സാധാരണഗതിയിലേക്കുള്ളതിലും കൂടുതലൊരു തിരക്ക് ഇവിടെ ഈ വാർഡിൽ രാവിലെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ തെരഞ്ഞെടുപ്പിൽ നേരത്തെയും ഇവിടുത്തെ പോളിംഗ് ഏജന്റുമാരൊക്കെ പ്രവർത്തിച്ച പരിചയമുള്ള ആളുകളൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം എത്രത്തോളം കടുക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പഴക്കവും തഴക്കവുമുള്ള പോളിംഗ് ഏജന്റുമാരായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുമായിട്ടുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അദ്ദേഹം ഈ വോട്ട് ചെയ്യുന്നതിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. അല്പസമയത്തുള്ളൂ ഇപ്പോൾ അദ്ദേഹം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹം പ്പെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിരലുകളിൽ മഷി പതിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം അദ്ദേഹം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ളതാണ് കൃഷ്ണരാജ് നമ്മൾ കരുതുന്നത്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും വലിയ രീതിയിലുള്ള കോർഡിനേഷൻ നടത്തുകയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം നിർണായകമായ പുതിയ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. പെർഫോമൻസ്, അതായത് പ്രകടനപരമായ പെർഫോമൻസിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു സാധാരണ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, നാടിൻ്റെ വികസനത്തിന് ഉപകാരപ്രദമാകുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണമെന്നൊക്കെയുള്ളതാണ് അദ്ദേഹം പലപ്പോഴും അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള വികസിത കേരളം എന്ന രീതിയിൽ അല്ലെങ്കിൽ വികസിത കേരളത്തിനായിട്ടുള്ള അതോടൊപ്പം തന്നെ വികസിത അനന്തപുരി എന്നടക്കമുള്ള സന്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ സന്ദേശം നൽകുന്നത്. കേരളത്തിൽ വികസനം പറഞ്ഞ് മുന്നോട്ട് പോകൂ എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇപ്പോൾ കൃഷ്ണരാജ്, ഇപ്പോൾ സ്വല്പസമയത്തുള്ളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കടക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ കൃഷ്ണരാജ് അല്പസമയത്തുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണും. അതിനുശേഷം അദ്ദേഹം കൃത്യമായ നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും നിർണായകമായ പ്രതികരണങ്ങളിൽ ഒന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ്റെത് എന്നുള്ളതാണ്.
ആദ്യത്തെ വോട്ടാണ് കേരളത്തിൽ. അതെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഭരണഘടനയിലും എല്ലാ 5 കൊല്ലം ജനങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. അവരെ പ്രശ്നങ്ങളും അവരെ ഇഷ്യൂസ് എല്ലാം ചിന്തിച്ച് അവരുടെ ഭാവിനെ കുറിച്ച് ആലോചിച്ച് ഒരു വോട്ട് കൊടുക്കാൻ ഒരു അവസരം. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് വന്ന് എല്ലാവരും ഇറങ്ങി ഒരു വോട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ നാടിനും വേണ്ടി ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അത് ഞാൻ 13-ാം തീയതി വൈകുന്നേരം ഞാൻ പറഞ്ഞുതരാം. Our constitution and our democracy gives every Indian citizen an opportunity every 5 years to think about their needs, think about their issues, think about their future, their family's future, and cast a vote for their future. I appeal to all Malayalis today. This is the local body election. This is about their Gram Panchayat. This is about their municipality and corporation. Please come out and vote in large numbers and usher in change. Thank you. Jai Hind. I hope there is a good turnout.